This call is now being recorded. Hello, good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. എല്ലാരും കയറിയോ? കുറെ ആളുകളൊക്കെ കാണാനില്ലല്ലോ. 22 ആളുകളായിട്ടുള്ളൂ. 22. ബാക്കി ആൾക്കാരൊക്കെ എവിടെ? ഇപ്പൊ ആൾക്കാർ കുറവാ മിസ്സേ. സാധാരണ കുറവായിട്ടാണ് വരുന്നത്. അല്ല, ഇപ്പം കുറവല്ലേ. ട്രഫിക് സാറിന്റെ ക്ലാസ്സിലൊക്കെ തീരെ ആളില്ല ഇപ്പൊ. അതെയാ? ഒരാളുണ്ടായിരുന്നില്ല, വളരെ ട്രഫിക് സാറിന്റെ മാക്സിമം ഒരു 70 ഉള്ളു ഇപ്പൊ. ട്രഫിക് സാറിന്റെ ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ ആൾക്കാർ തീരെ കുറവായി ഇപ്പൊ. ശരി. എന്ത് പറ്റി? പഠിച്ച് പഠിത്ത എല്ലാവരും നമുക്ക് തുടങ്ങാം. വരുന്നവരൊക്കെ വഴിയെ വരട്ടെ. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, കുറച്ച് ഒരു 5 മിനിറ്റ് എങ്കിലും മുമ്പിൽ കയറി നിന്നോ. നിങ്ങൾ ഇവിടെ ആളുകൾ ജോയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഞാനിവിടെ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഒരു 45, അതായത് ഓണാക്കിയപ്പോ എനിക്ക് തോന്നുന്നത് 47 48 ആയപ്പോ തുടങ്ങി ഓണാക്കിയിരിക്കുന്നതാണ്. അപ്പൊ തുടങ്ങി നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലുണ്ട്. ജനങ്ങൾക്കാണല്ലോ ക്ലാസ്, അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. പക്ഷെ എന്നിട്ടും കയറേണ്ടാവുന്ന ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്, ഇവര് ആരെങ്കിലും ഒക്കെ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് നമ്മളുടെ ഓരോ മിനിറ്റും മറ്റുള്ളവരായിട്ട് കളയുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ. ചിലർ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ കയറി വരും. കണ്ടോ, ഇപ്പൊ 36 ഞാൻ നേരത്തെ 22 പറഞ്ഞ, ഇപ്പൊ 34 മീൻസ് 2 ഇവിടത്തെ ആണല്ലോ. കണ്ട, 2 മിനിറ്റ് ഒക്കെ കയറട്ടെ, എല്ലാവരും തുടങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ച് കയറുന്നവരാ. കുറച്ചുകൂടി ഓൺ ടൈമിൽ എല്ലാവരും കയറാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. കയറുന്നവര് എന്തായാലും കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്തിനൊക്കെ കയറാൻ നോക്കുക. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കി വെച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര ക്വസ്റ്റ്യനാ? 2 3 എത്ര ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ടായിരുന്നു? അതായത് നമ്മൾക്ക് തീരാതിരുന്നത് പറയാമോ? 3 ഉണ്ടായിരുന്നു. സൗണ്ട് ഇല്ലേ? 3 ഉണ്ടായിരുന്നു. 3 ഉണ്ടായിരുന്നു. ഓക്കെ, 3 ബാക്കിയുണ്ട്. ശരിയാണ്. ആ 3 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. 16, 17, 18 അല്ലെ? നമ്പേഴ്സ് അങ്ങനെയാണ് തന്നേക്കണേ. 16, 17, 18 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. എന്തോ ഇങ്ങോട്ടേക്ക് ഒന്നും വന്നില്ല കേട്ടോ. നിങ്ങൾ പറയണ്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാമോ ആരെങ്കിലും? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്ന ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. അതിൽ 18 ക്വസ്റ്റ്യൻ ആണ് അന്നത്തെ ക്ലാസ്സിന് വേണ്ടി തന്നിരുന്നത്. 18ൽ 15 വരെ നമ്മൾ അന്ന് ആൻസർ ചെയ്തിട്ടുള്ളൂ. 16, 17, 18 എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്യാനുണ്ട്. അതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഇത് വന്നത്. അത് കാരണം ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ കൊണ്ടുവന്നിട്ടുള്ളൂ. 11 കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് 3 ബാക്കിയുള്ള ഇന്നത്തെ 11. ഏറ്റവും അവസാനം ആ ടോപ്പിക്കിനകത്ത് എടുത്തിരിക്കുന്നതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമോ? നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ പേപ്പറിലാണ് പ്രോബ്ലംസ് ചെയ്യണേ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടില്ല. ഒരാളുടെ ശമ്പളം 10% വർദ്ധിപ്പിച്ച ശേഷം 10% കുറയുന്നു. അപ്പോൾ അയാളുടെ ശമ്പളത്തിൽ നിന്ന് എത്ര വ്യത്യാസമാണുള്ളത്? അതായത് ഇവിടെ ക്വസ്റ്റ്യൻ അതാണ്. അതായത് ഇത്ര ശതമാനം കൂട്ടിയിട്ട് ഇത്ര ശതമാനം കുറയ്ക്കുന്നു എന്ന് പറയുന്നത്. അതായത് സെയിം പെർസെന്റേജ് തന്നെ കൂട്ടി സെയിം പെർസെന്റേജ് തന്നെ, അതായത് ഒരേ ഇൻക്രിമെന്റും ഡിക്രീസും വന്നിരിക്കുന്നത് ഒരേ പെർസെന്റേജ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ചേഞ്ച്, അല്ലെങ്കിൽ എത്ര ശതമാനം കൂടുതലാണോ കുറവാണോ, എത്രയാണ് ആ പെർസെന്റേജ് ഓഫ് ചേഞ്ച് എന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. വെൻ ദ സെയിം പെർസെന്റേജ് ഓഫ് എമൗണ്ട് ഇൻക്രീസസ് ആൻഡ് ഓൾസോ സെയിം പെർസെന്റേജ് ഓഫ് എമൗണ്ട് ഡിക്രീസസ്, ഒരേ ശതമാനം തന്നെ കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ശമ്പളത്തിലോ അല്ലെങ്കിൽ വിലയിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരേ ശതമാനം തന്നെ കൂടുകയും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? x²/100 ഇൻ പെർസെന്റേജ് ഡിക്രീസ് എന്നാണ് അതിന്റെ അർത്ഥം. ഡിക്രീസ് അതായത് കുറവ്. എന്താണ്?
എക്സ് സ്ക്വയർ ബൈ 100% ഡിക്രീസ്, കുറവ്, 10% കുറവാണ്. എന്നുവെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ശതമാനം എത്രയാണോ അതിനെ സ്ക്വയർ ചെയ്യുക ബൈ 100. ആ ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർസെന്റേജ് കിട്ടും. ആ പെർസെന്റേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും കാണിക്കുക, കൂടുതലല്ല കേട്ടോ. അതായത് സെയിം പെർസെന്റേജ് തന്നെ കൂടുകയും കുറയുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ വന്നിരിക്കുന്ന ശതമാനത്തിൽ വന്നിരിക്കുന്ന മാറ്റം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇക്വേഷൻ മറക്കണ്ട, ഇതാണ് ഇക്വേഷൻ. ഇത്രയും ഫുള്ളും ഉണ്ട്, ഫുൾ ഇക്വേഷൻ ഉണ്ട്. എക്സ് സ്ക്വയർ ബൈ 100% ഡിക്രീസ് എന്ന് തന്നെയാണ് അതിന്റെ ആ ഉത്തരത്തിൽ എഴുതേണ്ടത് നിങ്ങൾ. എക്സ് സ്ക്വയർ ബൈ 100% ഡിക്രീസ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 100% കുറവ്. എക്സ് സ്ക്വയർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന പെർസെന്റേജ് ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ എത്ര പെർസെന്റേജ് കൂടുകയും കുറയും എന്ന് പറഞ്ഞിരിക്കുന്നത്? എത്ര ശതമാനമാണ് കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 10 അല്ലെ? അപ്പൊ 10 സ്ക്വയർ, ആ എക്സ് എന്ന് പറയുന്നത് ആ പെർസെന്റേജ് തന്നിരിക്കുന്ന പെർസെന്റേജ് ആണ്. 10 സ്ക്വയർ ബൈ 100 എന്ന് പറയുന്നത് ചെയ്യുക. 10ന്റെ സ്ക്വയർ നമുക്കറിയാം 100 തന്നെയാണ്. 100 ബൈ 100, 100 ബൈ 100 എത്രയാ? 0 1 അല്ല, 1 അപ്പൊ 1% കുറവ് എന്നാണ് അതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സിൽ ഓപ്ഷൻസ് 1% കൂടുതൽ, 1% കുറവ്, 10% കൂടുതൽ, 10% കുറവ്, അങ്ങനെയൊക്കെ ആയിരിക്കും തന്നേക്കണം. വെറുതെ 1% മാത്രമുള്ള ഉത്തരം ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല ഓപ്ഷനില്. വെറുതെ പെർസെന്റേജ് കുറവ് കൂടുതലൊന്നും തന്നിട്ടില്ലെങ്കിൽ കുഴപ്പം. പക്ഷെ ഇതിന് ഉത്തരം അങ്ങനെ തന്നെയാണ്, 1% ഡിക്രീസ് എന്ന് തന്നെയാണ്, കുറവ് എന്നുള്ള ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന പെർസെന്റേജിനെ സ്ക്വയർ ചെയ്യുക ബൈ 100 ചെയ്യുക. 20% 20 raised to 2 by 100 എന്ന് എഴുതുക. എന്നിട്ട് എത്ര പെർസെന്റേജ് എഴുതുക. അപ്പൊ എത്രയാണോ ആ ശതമാനം അത് കുറവായിട്ടാണ് കാണിക്കുക. അപ്പൊ 1% എന്നാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ഒരാൾ വേറെ ആരെങ്കിലും വായിക്കാമോ? 300ന്റെ 33 1/3% എത്ര? അതെ, 300ന്റെ 33 1/3%. 300ന്റെ എന്ന് പറയുന്നത് ഇൻഡു ആണ്. 33 1/3% ചോദിച്ചേക്കണേ. അതിന്റെ വില എത്രയാണെന്നാ ചോദിച്ചേക്കണേ. അപ്പൊ 300 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 300 ഇൻറ്റു 33 1/3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സഡ് ഫ്രാക്ഷൻ. അതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു കണക്ക് നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. അതൊരു മിക്സഡ് ഭിന്നമാണ്, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതായത് വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. 33 ഇത് ഇൻറ്റു ചെയ്യുക, കിട്ടുന്ന ആൻസർ മുകളിലത്തെ 1 കൊണ്ട് പ്ലസ് ചെയ്യുക. 33 ഇൻറ്റു 3 99 99 3 100. അപ്പൊ 100/3 100/3 മാത്രം ചെയ്താൽ പോരാ. ഇൻറ്റു എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചത് അല്ലെ? 33 1/3 പെർസെന്റേജ് ആയതുകൊണ്ട് ആ 3ന്റെ ഇൻറ്റു ഇട്ടിട്ട് അവിടെ 100 ഒരു ഡിനോമിനേറ്ററിൽ നമ്മൾ കൊടുക്കണം. ഛേദത്തിൽ 100 ചെയ്യണം. ഓക്കെ, ഇനി നമുക്കത് വെട്ടിച്ചേർത്താക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചേർത്താക്കാം. 100നെ ഈ 100 കൊണ്ട് അടിയിൽ മുകളിലും വെട്ടാം. 300ല് 3 കറക്റ്റ് ആയിട്ട് പോകും. എത്ര പ്രാവശ്യം പോകും? 100 ടൈംസ് അല്ലെ? 100 പ്രാവശ്യം. അപ്പൊ 100 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. 100 200 300 1000 എന്നൊക്കെ ആൻസർ ഉണ്ട്. നമ്മുടെ ആൻസർ സെലക്ട് ചെയ്യേണ്ടത് 100 ആണ്, 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വൈകി വേഗം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 33% 150 ആയാൽ ആ സംഖ്യയുടെ 55% എത്ര? സംഖ്യയുടെ 33% നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഏതോ ഒരു സംഖ്യയുടെ 33%, അതായത് എക്സിന്റെ 33% നമുക്ക് ഓൾറെഡി തന്നിരിക്കുകയാണ്. എന്ന് പറയുന്നത് 150 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 150. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 150നെ 100 കൊണ്ട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഗുണനമാകും അല്ലെ? ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആകും. 100 ഗുണനമാകും ബൈ, അതേപോലെ 33 ഇൻറ്റു ചെയ്യാനുള്ളതായിരുന്നു, അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ 33 എന്ന് പറയുന്നത് ഡിവിഷൻ ആകും. 150 × 100 ബൈ 33 എന്നുള്ളതാണ് സംഖ്യ. എന്നുവെച്ചാൽ ആ ഒരു സൊല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം സോൾവ് ചെയ്യുമ്പോൾ 150നെ 100 കൊണ്ട് ഗുണിക്കുകയും അതുപോലെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് സംഖ്യ കിട്ടും. പക്ഷെ നമ്മൾ സംഖ്യ അല്ല ചോദിച്ചിരിക്കുന്നത്, സംഖ്യയുടെ 55% എത്രയാണെന്ന്. അപ്പൊ ഇവിടെ ഈ കാര്യം ഇത്രയും ഭാഗം നമ്മൾ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. കാരണം 33 150 അതുപോലെ 300 വെച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഹരിക്കുക എന്നുള്ളത് ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. അത് എന്താ പറയാ, പോയിന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിന് പകരം അത് അവിടെ കിടക്കട്ടെ. നമ്മളോട് ഇതിന്റെ 55% എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 150 × 100 ബൈ 33ന്റെ 150% നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ 150% 55% ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള്
ഇൻറ്റു 55/100 കൂടിയും ചെയ്യണം. 55% എന്ന് പറയുമ്പോൾ ആ കിട്ടിയ ഉത്തരത്തിന്റെ 55% ആകുമ്പോൾ 55/100. ഇനി നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും തമ്മിൽ വെട്ടിച്ചേർന്നാക്കാൻ പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ മറ്റൊരു ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഡെസിമൽ നമ്പർ പോയിന്റ് വെട്ടിച്ചേർന്നാക്കാൻ പറ്റാതെയൊക്കെ ആയി പോകും. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. അതിന്റെ 55% കാണാൻ പറഞ്ഞതുകൊണ്ട് ആ കിട്ടേണ്ട ആൻസറിന്റെ 55% ആണ്. അപ്പൊ കിട്ടേണ്ട ആൻസർ ഏത്? 150-നെ 100 കൊണ്ട് ഗുണിച്ച് 33 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. അത് അവിടെ സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ അപ്പുറത്തേക്ക് അടുത്ത എത്ര ശതമാനമാണോ കണ്ടുപിടിക്കുന്നത് അതങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ 100 നമുക്ക് വെട്ടിക്കളയാം. 100 അടിയിൽ മുകളിലുണ്ട്, വെട്ടിക്കളയാം. 11ന്റെ ടേബിളിൽ 33 പോകും, 55 പോകും. 11ന്റെ ടേബിളിൽ 33 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 3 പ്രാവശ്യം പോകും. 55 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. 5 പ്രാവശ്യം. അപ്പൊ 33 55 നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് 5ഉം 3ഉം റെസ്പെക്റ്റീവ് ആയിട്ട് എഴുതാൻ സാധിക്കും. അത് എഴുതി ഇനി വീണ്ടും ഇനി നമുക്ക് വെട്ടിച്ചെടുത്താക്കാൻ പറ്റും അല്ലെ. 3ന്റെ ടേബിളിൽ 3നെ 15 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 15 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം അല്ലെ. ഈ 0 നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് 0 നമ്മൾ അതിന്റെ കൂടെ എടുത്തെഴുതാം. ഇനി ബാക്കിയെല്ലാം വെട്ടിപ്പോയി. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് 50 × 5 ആണ്. 50ഉം 5ഉം മാത്രമേ ഉള്ളൂ. അത് മുകളിലാണ്, ന്യൂമറേറ്ററിലാണ് അത് രണ്ടും കിടക്കുന്നത്. അപ്പൊ അത് രണ്ടും നമ്മൾ ഗുണിക്കാം. 50 × 5 5 25 5 5 25 ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. 250 ആണോ ഉത്തരം കിട്ടിയേക്കണേ? അതെ. 250 ഉത്തരം കിട്ടിയിട്ടുണ്ടോ? 250. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്യാതെ ബാക്കി വെച്ചതല്ല, നമുക്ക് സമയം തികഞ്ഞില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യാതെ പോയതാണ്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇന്ന് കൊണ്ടുവന്നേക്കണം ഇതേപോലെ തന്നെ പ്രോഫിറ്റ്, ലോസ്, ഡിസ്കൗണ്ട്, ഇതൊക്കെ പെർസെന്റേജിലായിരിക്കും മിക്കവാറും സൂചിപ്പിക്കുക അല്ലെ. ലാഭശതമാനം, നഷ്ടശതമാനം, അതുപോലെ തന്നെ എന്താ പറയാ ഡിസ്കൗണ്ട്, അതൊക്കെ ശതമാനത്തിലാ പറയുക അല്ലെ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കാൻ നമ്മൾ എപ്പോഴും ഇതാവാറുണ്ട് അല്ലെ. ഡിസ്കൗണ്ട് ഇതാ, അല്ലെങ്കിൽ ഇത്രയും വില ഇല്ല, അതിന് കുറച്ചിതാ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരുതരം ഡിസ്കൗണ്ടിങ് രീതിയാണ്. സാധാരണ കടകളിലൊക്കെ അവർ വാങ്ങി വെച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ ചിലപ്പോ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടത്താൻ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കും അല്ലെ, വിലക്കിഴിവ് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ട്? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു പ്രത്യേക ഒരു രീതിയാണ്. അത് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കിഴിവ്, അതായത് വിലയിൽ കൊടുക്കുന്ന കിഴിവിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് വിളിക്കുക അല്ലെ. അതായത് ഇപ്പൊ സാധാരണ എന്താണ് വില അതിനേക്കാൾ ഒരു കുറച്ച് എമൗണ്ട് കുറയ്ക്കുക, അപ്പൊ ഡിസ്കൗണ്ട് അനുവദിക്കുക. അപ്പൊ അതിനെ ഡിസ്കൗണ്ട് പെർസെന്റേജിലേക്ക് ആക്കാനായിട്ട് ഡിസ്കൗണ്ട് എത്രയാണോ ആ രൂപേനെ ഡിവൈഡഡ് ബൈ അതിന്റെ ഒറിജിനൽ വാല്യൂ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് പെർസെന്റേജ് കിട്ടും. പെർസെന്റേജിലേക്ക് ആക്കാൻ നമുക്കറിയാലോ, 100 കൊണ്ട് ഗുണിക്കണം. ഫ്രാക്ഷൻ ആയി കഴിഞ്ഞാൽ എന്താ പറയാ ഭിന്നസംഖ്യ ആയാൽ അതിനെ 100 കൊണ്ട് ഗുണിച്ചാലാണ് അതിനെ നമുക്ക് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ലാഭം, നഷ്ടം അല്ലെ. ലാഭം കാണാനും നഷ്ടം കാണാനും. ലാഭം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം എപ്പോഴാണ് ലാഭം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരിക? പ്രോഫിറ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വാട്ട് ഈസ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലെ. സെല്ലിംഗ് പ്രൈസ് വലുതാകുക. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിച്ചിട്ട് അത് വിൽക്കുന്ന വില എന്ന് പറയുന്നത് നമ്മൾ അത് വാങ്ങിച്ച വിലയേക്കാൾ കൂടുതലായിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. പ്രോഫിറ്റ്, ലാഭം. ലാഭമൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ലാഭശതമാനം കണ്ടുപിടിക്കാൻ. ലാഭം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് നമ്മൾ ഷോർട്ടാക്കി ഇങ്ങനെ എഴുതാം. അറിയില്ലാത്തവരൊന്നും വേഗം നോട്ട് ചെയ്ത് വെക്കാം. P = SP - CP എന്നുള്ളത്. SP മീൻസ് സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില, മൈനസ് CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് വാങ്ങിയ വില. അപ്പൊ പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റിനെ പെർസെന്റേജിലേക്ക് ആക്കണമെങ്കിൽ പ്രോഫിറ്റ് അതെ, പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില ഇൻറ്റു 100 100. അപ്പൊ ഇതാണ് പ്രോഫിറ്റിന്റെ പെർസെന്റേജിലേക്ക് ആക്കാനുള്ള ഇക്വേഷൻ. പ്രോഫിറ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു P/CP × 100. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇഫ് ഇറ്റ് ഈസ് ലോസിന്റെ പെർസെന്റേജ് ആണ് കാണണമെങ്കിൽ, ഈ ലോസ് ആണെങ്കിൽ എങ്ങനെ വരും? CP വിൽ ബി ഗ്രേറ്റർ ദാൻ SP. ഓക്കെ, വാങ്ങിയ വിലയേക്കാൾ കൂടുതലാകുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അതിനെ നമ്മൾ നഷ്ടം എന്ന് വിളിക്കും, ലോസ് എന്ന് വിളിക്കും. നമ്മൾ വാങ്ങിച്ച വില, അപ്പൊ ഞാൻ 5000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നു, 4900 രൂപയ്ക്ക് മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഐ ഹാവ് ടു സഫർ എ ലോസ് ഓഫ് ₹100. ഞാൻ അന്നേരം ഒരു 100 രൂപ ഒരു നഷ്ടം എന്താ പറയാ സഫർ ചെയ്തിട്ടാണ് ആ സാധനം വിൽക്കുന്നത്. 5000 രൂപയില് 5000 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എനിക്ക് 4900 കിട്ടിയുള്ളൂ എങ്കിൽ അപ്പൊ 100 രൂപ എനിക്ക് നഷ്ടം സഹിച്ചിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നഷ്ടത്തിനും ഒരു പെർസെന്റേജ് ഉണ്ട്. നഷ്ടത്തിന്റെ പെർസെന്റേജ് അന്നേരം എന്തായിരിക്കും? ലോസ് ബൈ
വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് തന്നെയാണ്. ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ പ്രോഫിറ്റ് കണ്ടത് പി ബൈ വാങ്ങിയ വില CP × 100 ആണല്ലോ. അപ്പൊ ലോസ് വരുമ്പോ അത് SP ആകുമോ എന്ന് സംശയമുണ്ട്. ചിലർ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുത്തു പറയുന്നത്. ലാഭമായാലും നഷ്ടമായാലും ശതമാനം കാണുന്നത് വാങ്ങിയ വിലക്കാണ്. നമ്മൾ എത്ര രൂപയ്ക്കാണോ അത് വാങ്ങിച്ചേക്കണേ, നമ്മളുടെ കയ്യിൽ അത് എത്ര രൂപയ്ക്കാണോ അത് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയാണോ അതിന് വേണ്ടിയിട്ട് വിലയിട്ടിരിക്കുന്നത്, അതാണ് അതിന്റെ വാങ്ങിയ വില. അതാണ് കേട്ടോ. അപ്പൊ ലാഭത്തിന്റെ ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ലോസ് ബൈ CP × 100 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. എപ്പോഴും ഒരു പെർസെന്റേജ് അതും അറിയുക. ഒരു പെർസെന്റേജ് എപ്പോഴും 100-ലായിരിക്കും പറയുക. നമ്മൾ എപ്പോഴും അതിന്റെ ലോസ് ഒരു പെർസെന്റേജിന്റെ ഒരു സം ടോട്ടൽ എന്ന് പറയുന്നത് 100 ആണ് അല്ലെ. 100% എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറൊരു ശതമാനമില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആണെന്നാണ്. അതിനേക്കാൾ അധികമായാൽ അത് അബ്നോർമൽ ആണ്, അതായത് സാധാരണയിൽ നിന്നും അധികം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു സാധനത്തിന്റെ വില 100 രൂപയാണ്, 10 രൂപ കൂട്ടി വിറ്റാൽ അത് 110 രൂപയായി മാറി അല്ലെ. 110 രൂപ എന്ന് വെച്ചാൽ നമ്മളുടെ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കുറച്ച് കൂട്ടി വിൽക്കുക. അതേസമയം 100-ൽ നിന്ന് താഴേക്ക് പോയാൽ കുറയും അല്ലെ. ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ലോസ് സഹിക്കേണ്ടി വരുമ്പോ ഒക്കെ 100-ൽ നിന്ന് താഴേക്ക് പോകും. ഇപ്പൊ 20% നഷ്ടത്തിന് വിറ്റു, അപ്പൊ 100-ൽ നിന്ന് 20 കുറയ്ക്കാം. അപ്പൊ 80% രൂപയാണ് നമുക്ക് അതിന് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് എന്നാ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു വസ്തുവിന് ഫോർമുല ഒന്നുകൂടി പറയാം. പ്രോഫിറ്റ് പെർസെന്റേജിന്റെ P by CP × 100. ഐഡിയോ? ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഇല്ലേ കയ്യിലെല്ലാവരുടെയും? ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് അത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വിലയുണ്ട്. ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഇത് ഒരാൾ വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വിലയെന്ത്? ശരിക്കുള്ള വില എത്രയാണെന്നാണ് ചോദ്യം. അതായത് വസ്തുവിന്റെ വില നമുക്ക് അറിയില്ല കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് എന്ത് അൺനോൺ കാര്യങ്ങളെയും നമുക്ക് X എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. Xന്റെ എത്ര പെർസെന്റേജ്? അതിന്റെ ശരിക്കുള്ള വിലയുടെ 35% കുറച്ചു കൊടുത്തു. വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്തു? 10% കുറച്ചു കൊടുത്തു. മനസ്സിലായി? തുടർച്ചയായിട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പൊ 35% കുറച്ചു എന്ന് പറയുമ്പോ 100-ൽ നിന്ന് 35 കുറഞ്ഞാൽ എത്രയാണ്? അപ്പൊ എത്ര ശതമാനം കിട്ടുള്ളൂ വില? 35 പോയാൽ എത്രയാണ്? 65. അപ്പൊ നമ്മളിവിടെ X × 65/100. മാത്രമല്ല വീണ്ടും ഒരു പെർസെന്റേജ് കുറച്ചിട്ടുണ്ട്. എത്രയാണ്? 10% കൂടി ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ 100-ൽ നിന്ന് 10 കൂടി കുറയണം. 100-ൽ നിന്ന് 10 കുറച്ചാൽ ബാക്കി എത്രയാണ്? 90%. അപ്പൊ 90/100. ഇത് രണ്ടും ചെയ്ത് ആ സാധനം മറ്റൊരാൾക്ക് വിൽറ്റപ്പോ അല്ലെങ്കിൽ മറ്റൊരാളത് വാങ്ങിച്ചപ്പോ അതിന് 1170 രൂപ കൊടുക്കേണ്ടി വന്നു എങ്കിൽ അതിന്റെ വില എത്രയാണെന്നാണ് ചോദ്യം. യഥാർത്ഥ വില 1170 കേട്ടോ. 1170. അപ്പൊ നമ്മൾ ഈ ഒരു ക്രിയ ചെയ്താൽ മതി. ഒരു 0 നമുക്ക് പരമാവധി ചെറുതാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്യാം. അപ്പൊ നോക്കിയേ, X × 65/100 × 90/100 സമം 1170. ഈ പറഞ്ഞ ഈ എഴുതി വെച്ചങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും? ഒരു വസ്തുവിന്റെ വില അതറിയില്ലാത്തതുകൊണ്ട് X കൊടുത്തു. അതിന്റെ 35% കുറച്ചു, പിന്നെ ഒരു 10% കൂടി കുറച്ചു. 35% കുറച്ചപ്പോ അതിനാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞത്, ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് 100-ൽ നിന്നാണ്. മനസ്സിലായോ? 100-ന്റെ ഒപ്പം കൂട്ടണം, 100-ൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ 100-ൽ 35% കുറച്ചു എന്ന് പറയുമ്പോൾ രണ്ടും 100-ൽ നിന്ന് തന്നെയാണോ കുറയ്ക്കുന്നത്? അതെ അതെ, തുടർച്ചയായിട്ടല്ലേ 100-ൽ നിന്ന് തന്നെയാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ 65% കുറച്ച് കഴിയുമ്പോൾ ബാക്കി 35% കുറച്ച് കഴിയുമ്പോൾ ബാക്കി 65% ഇതിന് കിട്ടുക. പിന്നെ വീണ്ടും അതിന്റെ 10% കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് × 10% കൂടി കുറയ്ക്കുമ്പോൾ 90% ആയിരിക്കും അതിന്റെ വിലയായിട്ട് വരിക. അപ്പൊ 90/100. ഈ ഒരു ക്രിയ അങ്ങനെ നമുക്ക് 1170 രൂപയ്ക്ക് അയാൾ മറ്റൊരാൾക്ക് അത് വിൽക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ അത് വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ വില കാണാൻ X ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ബാക്കി ഭാഗത്തൊക്കെ മൊത്തത്തിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ വെച്ച് ക്രിയ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ വരും? X = 1170 അവിടെ കിടന്നതാണ് ഇൻറ്റു അടിയിൽ എന്താ ഉണ്ടായിരുന്നേ? അപ്പുറത്ത് ഡിവിഷന്റെ സ്ഥാനത്ത് എന്താ ഉണ്ടായിരുന്നേ? ഒരു 100 ഒരു 10 അല്ലേ?
ഒരു 100 ഒരു 10 അല്ലേ ഏട്ടൻ തരുന്നേ? 100 ഒരു 10. അതെ. 100 ഒരു 10, 100 × 10 എത്രയാ? 1000. വേണേ നമുക്ക് അങ്ങനെ എഴുതാം. 100 × 10 1000 എഴുതി. ഇനി അപ്പുറത്ത് കിടന്നിരുന്ന ഇൻഡു ചെയ്യാനുള്ളത് 65 പിന്നെ 90 65 90 ഇവിടെ ബൈ ആയിട്ട് വരും, കാരണം ഡിവിഷനിലേക്ക് വരും. അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ സ്ഥാനം ഈക്വൽ സൈന്റെ സൈഡ് മാറ്റുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെ 65 × 9 എന്ന് വരും. ഒരു 0 നമ്മൾ വെട്ടിയിരുന്നു. അപ്പൊ 9. ഇനി നമുക്ക് ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യകൾ ഉണ്ടെങ്കിൽ സംഖ്യ വെച്ച് വെട്ടിച്ചെറുതാക്കാം. എനിക്ക് തോന്നുന്നു 9നെ നമുക്ക് 117 കൊണ്ട് കറക്റ്റ് ആയിട്ട് വെട്ടാൻ പറ്റും. 117. 9 11 ഒരു പ്രാവശ്യം പോകും. ബാക്കി ഒരു 2 ഉണ്ട്. 2 പുറത്ത് കൊടുത്ത 7ന്റെ പുറത്തേക്ക് 2 വന്നു കഴിഞ്ഞാൽ 27 ആകും. 27 9 കറക്റ്റ് ആയിട്ട് 3 പ്രാവശ്യം പോകും. അപ്പൊ 13. ഈ ഒരു 0 നമ്മൾ എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പം 0 നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ 9 130 പ്രാവശ്യമാണ് 1170 പോകുക. 117ൽ 13 പ്രാവശ്യം, 1170 130 പ്രാവശ്യം. ഇനിയും വെട്ടാൻ പറ്റും. 65നെ നമുക്ക് 130 കൊണ്ട് കറക്റ്റ് ആയിട്ട് വെട്ടാം. 60 65 2 പ്രാവശ്യമാണ് 130 പോകുക. അപ്പൊ 130ല് 2 പ്രാവശ്യം 65 ഉള്ളതുകൊണ്ട് 65ഉം 130ഉം വെട്ടി. 130ന്റെ അവിടെ നമ്മൾ 2 എഴുതി. ഇനി വെട്ടാനൊന്നുമില്ല, 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കാനാണ്. 2 × 1000. 2 × 1000 എത്രയാണ്? 2000 രൂപ. അപ്പൊ ആ സാധനത്തിന്റെ യഥാർത്ഥ വില 2000 രൂപയാണ്. ഈ 2000 രൂപയിൽ നിന്നാണ് 35% കുറച്ചു, പിന്നെ ഒരു 10% കുറച്ചിട്ട് സംഭവം വിറ്റിരിക്കുന്നത്. അതിന്റെ വില 1170 എന്ന് നമുക്ക് തന്നിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത കണക്ക് നിങ്ങൾ തന്നെ ചെയ്യണം. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അടുത്ത കണക്ക്, അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ എഴുതി. അങ്ങനെയാണെങ്കിൽ ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% കൂടി ഡിസ്കൗണ്ട് അനുവദിച്ചു ടി ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ, അതായത് അങ്ങനെ ഡിസ്കൗണ്ട് അനുവദിച്ച് കഴിഞ്ഞപ്പോൾ 108 രൂപയാണ് യഥാർത്ഥ വില എന്താണെന്നാ ചോദിച്ചത്, അല്ലെങ്കിൽ പരസ്യ വില. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വില എത്രയായിരിക്കും? ഈ രീതിയിൽ തന്നെ ഒന്ന് വേഗം ചെയ്ത് എല്ലാവരും ഓപ്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വായിക്കാം. എല്ലാവരും ഒന്ന് ചെയ്തിട്ടാ. ചിലര് എല്ലാ പ്രോബ്ലവും ഇങ്ങനെ നമ്മള് സ്ക്രീനിൽ നോക്കി ചെയ്യാൻ നോക്കല്ലേ. ഒരെണ്ണം ഒക്കെ നമുക്ക് ഒരെണ്ണം ഒരേപോലത്തെ ഒക്കെ വരുമ്പോ തന്നെത്താൻ ശ്രദ്ധിച്ച് ചെയ്യാം. കുറച്ചു പേരൊക്കെ ആൻസർ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നൂറ്റി 142 145 150 ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ആൻസറിൽ കിടക്കുന്നത്. ഇതിലേത് ആൻസർ കിട്ടിയ? ഓപ്ഷൻ ഡി ആണ്. 150 ആണ്. കുറെ പേരൊക്കെ പറഞ്ഞിരിക്കുന്നു. ആർക്കെങ്കിലും വ്യത്യസ്തമായ ആൻസർ കിട്ടിയെന്ന് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എക്സ് ഇൻറ്റു 20% കുറച്ചു എന്ന് പറയുമ്പോ 100ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 80%. അപ്പൊ 80/100. വീണ്ടും ഒരു 10% കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 90/100. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോ 108 രൂപയ്ക്കാണ് ആ സാധനം വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ 0 0 രണ്ടെണ്ണം വെച്ച് വെട്ടാം. 2 0 മുകളിൽ നിന്നും 2 0 അടിയിൽ നിന്നും വെട്ടി. ബാക്കിയുള്ള നമുക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവും. എക്സ് ഈക്വൽ ടു 108 ഇൻറ്റു അടിയിലത്തെ ഒരു 100 മാത്രം വെട്ടാത്തതുള്ളൂ. അപ്പൊ ഇൻറ്റു 100 മാത്രം ചെയ്താൽ മതി. ബൈ 9ഉം 8ഉം മാത്രം കുടിക്കാനുള്ളൂ. 9 × 8 വേണമെങ്കിൽ കുടിച്ച് എഴുതാം, അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കി എഴുതാം. 9 × 8 72 ആണ്. 72 എഴുതാം. ഇതിലേതെങ്കിലും ചെറുതാക്കി വെട്ടി ചെറുതാക്കിയാൽ ഉത്തരം നമുക്ക് കിട്ടും. 72 കൃത്യമായിട്ട് പോകുമോ? $150 ആണ് ആൻസർ എന്ന് പറഞ്ഞേക്കണേ മിക്കവാറും പേര്. 150. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പറയാ. വെട്ടി ചെറുതാക്കിയിട്ടോ അല്ലെങ്കിൽ ഗുണിച്ചിട്ട് ഹരിച്ചിട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ പറയാ. അല്ലെങ്കിൽ അവിടെ 9ന്റെ ടേബിളിൽ 72 പോകും, 108 പോകും. 9ന്റെ ടേബിളിൽ പോകും.
9 ഇൻറ്റു 8 ആണ് 72. അതുപോലെ 9 ഇൻറ്റു ഒരു പ്രാവശ്യം 12. 9 ഇൻറ്റു 12 ആണ് 108. മനസ്സിലായോ? വീണ്ടും 8നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 100/8 അല്ലെങ്കിൽ 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വീണ്ടും 12ന്റെ ടേബിളിലും 8ന്റെ ടേബിളിലും കോമൺ ആയിട്ട് അടങ്ങുന്ന ഫിഗർ എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു 2 8. ഈ 2നെ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100 2 പ്രാവശ്യം പോകും 50 അല്ലെ 50. അപ്പൊ ബാക്കി വരുന്നത് ഇനി വെട്ടാനുള്ളത് ബാക്കി 3ഉം 50 മാത്രമേ ഗുണിക്കാനുള്ളൂ. അത് ഗുണിച്ചാണ് ഇതിന്റെ 3 ഇൻറ്റു 50 150. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഒരു വാച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റു എങ്കിൽ വാങ്ങിയ വില എന്താണെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തു, ഒരു വാച്ച് 540 രൂപയ്ക്കാണ് വിറ്റേക്കണേ. 10% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നഷ്ടം, ലോസ് എന്തൊക്കെ പറയാം, അതിലാണ് വിറ്റിരിക്കുന്നത്. ആൻസർ 720, 600, 650, 680. 600. 600. എല്ലാവർക്കും കിട്ടിയോ 600? കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം. 10% നഷ്ടം എന്ന് പറയുമ്പോ 10% കുറയ്ക്കും. 100 10% കുറച്ചാൽ മതി. അപ്പൊ x ഇൻറ്റു 10% കുറയാന്ന് പറഞ്ഞാൽ 90 ഉള്ളു. ബാക്കി 90/100 എന്ന് പറഞ്ഞിട്ട് അത് 540 രൂപയാണ് വിറ്റപ്പോ കിട്ടിയേക്കുന്നത്. അപ്പൊ സമൂഹത്തിന് 540 കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 0 വെട്ടിക്കളയാം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് 540ന്റെ അടുത്തേക്ക് നമ്മള് 10 ഇൻറ്റു ചെയ്യണം, 9 ഡിവൈഡും ചെയ്യണം. 9ന്റെ ടേബിളിൽ കറക്റ്റ് ആയിട്ട് 54 പോകും. 6 ടൈംസ് 6 പ്രാവശ്യം. 6ന്റെ കൂടെ ഒരു 0 കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ വെട്ടാത്തത്. അപ്പൊ 0 കൊടുക്കാം. 60 ഇൻറ്റു 10. 60 ഇൻറ്റു 10 എത്രയാ? 60 ഇൻറ്റു 10 60. 600 ആണ് ആൻസർ വരിക. 600 ഉത്തരം കിട്ടിയിട്ടുണ്ടോ? കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്തത്, ഒരു വ്യാപാരി ഒരു റേഡിയോ വാങ്ങിയ വില 3000 രൂപ 20% കൂട്ടി വിലയിട്ടു. അതിന്റെ വില 20% കൂട്ടിയിട്ടാണ് വിലയിട്ടത്. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് അനുവദിക്കേണ്ടതെന്നാണ് ചോദ്യം. കുറെ പേരൊക്കെ ആൻസർ ഇടുന്നത്. വേഗം. റേഡിയോന്റെ വാങ്ങിയ വില 3000 രൂപയാണ്. 20% കൂട്ടി വിലയിട്ടു. അപ്പൊ 3000ന്റെ 20% കൂട്ടി എന്ന് പറയുമ്പോ എത്ര വരണം? 3000 ഇൻറ്റു വില ഇട്ടേക്കുന്നതാണ് കേട്ടോ. 3000 ഇൻറ്റു 20%, 120 അല്ലെ. 120/100. 2 zeros നമുക്ക് വെട്ടിക്കളയാം. ബാക്കി 300 ഇൻറ്റു 12. 3 ഇൻറ്റു 12 36 ആണ്. 36. അതിന്റെ കൂടെ 2 0 അപ്പൊ 3600 ആണ് ശരിക്കും അതിന്റെ വില. അയാൾ ഇട്ട് വെച്ചേക്കുന്ന വില അതാണ്. എന്നാൽ അയാൾക്ക് 8% ലാഭം കിട്ടിയാൽ മതി. അപ്പൊ 8% ലാഭം കിട്ടിയാൽ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് കാണണം. 3000 ഇൻറ്റു 108/100 കാണാം. 108/100. അതായത് 100 കൂടെ 8% കൂട്ടി എന്ന് പറയുമ്പോൾ 108. വീണ്ടും നമുക്ക് 2 zeros വെട്ടാം. ഇവിടുന്ന് 2 zeros വെട്ടാം. അപ്പൊ ബാക്കി എത്രയുണ്ട്? 3 കൊണ്ട് ഗുണിച്ചു നോക്കാം, 30 കൊണ്ട് ഗുണിച്ചു നോക്കാം. അല്ലെങ്കിൽ 108നെ 24 ബാലൻസ് 2 കൂടെ കൊടുത്തു. 3240 ആണോ നോക്കിയേ? 8%ആണെങ്കിൽ 3240 ആയിരിക്കും വില അല്ലെ. അപ്പൊ എത്രയാണ് അതിന്റെ ഡിഫറൻസ്? എത്രയാണ്? 3600 രൂപയുടെ വില ഇട്ടിട്ടുണ്ട്. 3240 രൂപയ്ക്ക് കിട്ടിയാൽ മതി ആ സാധനം വിറ്റാൽ. കാരണം 8% കിട്ടിയാൽ മതി എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിഫറൻസ്? ആ ഡിഫറൻസിന്റെ പെർസെന്റേജ് ആണ്. അത്രേ ഉള്ളൂ. ഡിഫറൻസ് കാണാം. അതായത് വ്യത്യാസം, വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 3600 അയാൾ 3240 രൂപയ്ക്ക് അയാൾ വിറ്റാൽ മതിയായിരുന്നു. പക്ഷെ 3600 രൂപയാണ് അയാൾ വില ഇട്ട് വെച്ചേക്കണേ. 20% കൂട്ടിയിട്ട് വില ഇട്ട് വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ 0 6 ഇവിടെ 5 ഉള്ള 2 പോയാൽ 3 360 ഡിഫറൻസ് കിട്ടിയേ. ഓക്കെ, പക്ഷെ വിലയല്ല നമ്മളോട് ചോദിച്ചാൽ അതിന്റെ ഡിസ്കൗണ്ട് പെർസെന്റേജിലേക്കാണ് കാണേണ്ടത്. അപ്പൊ പെർസെന്റേജിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 360/3600 രൂപ അതിന്റെ ഇട്ട് വെച്ചിരിക്കുന്ന വില ഇൻറ്റു 100. പെർസെന്റേജിലേക്ക് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 0 വെട്ടിപ്പോയി, 2 0 വെട്ടിപ്പോയി. 36 ഒരു പ്രാവശ്യമാണ് പോവുക. അപ്പൊ ഒന്നിന്റെ കൂടെ ഒരു 0 കൂടി ചേർത്ത് 10% വില കിട്ടിയേക്കണേ.
ഓക്കെ, കറക്റ്റാണ്. 20%, 10%, 12%, 11% എന്നൊക്കെയാണ് ഉത്തരം കിടക്കുന്നത്. 10%, 10% ഉത്തരം. അതായത് യഥാർത്ഥത്തില് അത് അയാൾ അതിന്റെ വില ഇട്ടിരിക്കുന്നത് 20% കൂട്ടിയിട്ടാണ്. 3000 രൂപയുടെ സാധനമാണ്, 20% കൂട്ടി അയാൾ വില ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനായിട്ട് 8% ലാഭം കിട്ടിയാൽ മതി. എന്നാൽ എത്ര രൂപ ഡിസ്കൗണ്ട് അനുവദിച്ച് വേണം അദ്ദേഹം, എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട്, വിലയല്ല എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് അനുവദിക്കേണ്ടതെന്ന് അങ്ങനെയാണെങ്കിൽ, അതായത് 10% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഒരേ ഇനത്തിൽ പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ് എങ്കിൽ ലാഭശതമാനം എത്ര? അതായത് സെയിം കൈൻഡ് ഓഫ് എന്തോ സാധനങ്ങൾ, ഒബ്ജക്ട്സ്, തിങ്സ് ഒക്കെ വിറ്റിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് കിട്ടിയത് 11 സാധനങ്ങളുടെ 11 തിങ്സിന്റെ കോസ്റ്റ് പ്രൈസ്, മുടക്കുമുതൽ, നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി ചെലവഴിച്ച തുകയാണ് എങ്കിൽ ലാഭശതമാനം. ഇങ്ങനെ ഒരു സാഹചര്യത്തില് അതായത് നമുക്ക് എത്ര രൂപയുടെ സാധനമാണെന്ന് പറഞ്ഞിട്ടില്ല, എണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. മനസ്സിലായോ? സാധനങ്ങളുടെ വില തന്നിട്ടില്ല. 44 സാധനങ്ങൾ വിറ്റപ്പോ 11 സാധനങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന മുടക്കുമുതലിന്റെ കാശാണ്. അത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കണേ. അതായത് ഒരു പെർസെന്റേജ് ഒരു സാധനം എന്താ പറയാ ഇത്ര ലാഭം കിട്ടി എന്ന് പറയാൻ, ലാഭത്തിന്റെ ശതമാനം കണ്ടുപിടിക്കാനാവുമ്പോ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സാധനം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. എന്താണെന്ന് അറിയാമോ? ബി ബൈ എ ഇൻറ്റു പെർസെന്റേജിലാവുമ്പോ എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? 100 കൊണ്ട് അല്ലെ, P/2 അല്ലെങ്കിൽ Y/X എന്ത് വേണമെങ്കിലും ഏതക്ഷരം വേണമെങ്കിലും നമുക്ക് സൂചിപ്പിക്കാം. B/A അല്ലെങ്കിൽ Y/X ഇൻറ്റു 100 ആണ് കേട്ടോ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അത് ബിയുടെ സ്ഥാനത്ത് എഴുതേണ്ടത്. അതായത് ഇവിടെ എത്രയാണ്? 11 സാധനങ്ങളുടെ മുടക്കുമുതൽ കിട്ടി എന്നാണ് പറഞ്ഞേക്കണേ. 44 സാധനം കിട്ടി. അപ്പൊ 11 ബി എന്ന് പറയുന്നത്. 11/44 ഇൻറ്റു 100 കിട്ടും 25. 11/44 ഇൻറ്റു 100. നമുക്കറിയാം 11ന്റെ ടേബിളില് 11 1 ടൈം പോകും, 44ല് 4 ടൈംസ് പോകും. അപ്പൊ 1/4 ഇൻറ്റു 100 എങ്കിൽ 100/4 എന്ന് കിട്ടും. 100/4 എന്ന് പറഞ്ഞാൽ 4 100 പ്രാവശ്യം 25% ആണ് കേട്ടോ. 25%. ആ ഒരു ഇക്വേഷൻ മറക്കണ്ട. ഇക്വേഷൻ ഇങ്ങനെ എഴുതി വെക്കാം. B/A ഇൻറ്റു 100. ഇത്ര സാധനങ്ങൾ വിറ്റപ്പോ ഇത്ര സാധനങ്ങൾ വാങ്ങിയ വിലക്ക് ഈക്വൽ ആയി എന്ന് പറയുമ്പോ B/A ഇൻറ്റു 100. ആ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. അതിന് വിലയൊന്നും തന്നിട്ടുണ്ടാവില്ല. എത്ര രൂപ സാധനങ്ങളുടെ എണ്ണം തന്നേക്കണം. നമ്മൾ സാധാരണ ഡിസ്കൗണ്ട്, പ്രോഫിറ്റ്, ലോസ് ഇതൊക്കെ കാണണമെങ്കിൽ സാധനത്തിന്റെ വില വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലെ. ഇവിടെ സാധനങ്ങളുടെ വിലയില്ല. 44 സാധനങ്ങൾ വിറ്റപ്പോ 11 സാധനങ്ങളുടെ മുടക്കുമുതൽ നമുക്ക് കിട്ടി ലാഭമായിട്ട് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ആ ഒരു ഇതാണ്, എണ്ണമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. B/A ഇൻറ്റു 100. അടുത്തത്, ഒരാൾ 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. അടുത്തത്, %, 11%, 20%, 21%. ആൻസേഴ്സ് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് കേട്ടോ. ചില ആൾക്കാർ ഇടയ്ക്ക് കയറിയവരോ അല്ലെങ്കിൽ നെറ്റ് കട്ടായി പോയി കയറിയവരൊക്കെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കുക. 6th ക്വസ്റ്റ്യൻ നമ്പർ ആണ് നമ്മൾ വായിക്കുന്നത് ചെയ്യുന്നത്. ഒരാൾ 100 രൂപയ്ക്ക് 10 മാങ്ങകൾ വാങ്ങി. 100 രൂപയ്ക്കാണ് 10 മാങ്ങ വാങ്ങിച്ചിരിക്കുന്നത്. 11 മാങ്ങകളോ? സോറി, 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി. അതെ, 100 രൂപയ്ക്ക് 11 മാങ്ങകൾ. 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി. പിന്നെ പറഞ്ഞിരിക്കുന്നത് 110 രൂപയ്ക്ക് 10 മാങ്ങകൾ വാങ്ങി അല്ലെ. അതിന്റെ ഒരു റേഷ്യോ നോക്കിയേ. 100 രൂപയ്ക്ക് 11 മാങ്ങകളും അതുപോലെ തന്നെ 110 രൂപയ്ക്ക് 10 മാങ്ങകളും ആണ് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഭശതമാനം കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. റേഷ്യോ വെച്ചിട്ട് ചെയ്യാലോ അല്ലെ. 11:10. മാങ്ങകളുടെ എണ്ണം ഇപ്പുറത്തെ ഈസ്റ്റു ആയിട്ട് റേഷ്യോ ആയിട്ട് കൊടുക്കാം. ഈക്വൽ ടു
100:110. 11:10 ഈക്വൽ ടു 100:110. നമുക്കത് റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാലോ. 11:10 എന്നുള്ളത് 11/10, അതുപോലെ 100:110 എന്നുള്ളത് 100/10 ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുവരും? 10 100 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1000 വരും അല്ലെ. 11 110 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1210. ഓക്കെ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 ഈക്വൽ ടു 1210 അല്ലെ. അപ്പൊ എന്താ 1000-ഉം 1210-ഉം തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ, അപ്പൊ ലാഭം കാണാനായിട്ട് കേട്ടോ. ലാഭം അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭത്തിന്റെ ശതമാനം എന്ന് പറയുന്നത് 1210 നിന്ന് 1000 കുറയ്ക്കാം. ദാറ്റ് ഈസ് 210. 210 ബൈ എത്രയാണ്? 1000 ഇൻറ്റു 100. പൂജ്യങ്ങൾ വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ വെട്ടിക്കളയാം. ഇവിടെ 2 പൂജ്യം, ഇവിടെ 2 വെട്ടി, ഇവിടെ 1 വെട്ടി, ഇവിടെ 1 വെട്ടി, ബാക്കി 21 ആണ്. അപ്പൊ 21% ആണ് ആൻസർ വരിക. 21%. ഇതൊക്കെ ലാഭം നഷ്ടവും ഡിസ്കൗണ്ടും ഒക്കെ വെച്ചിട്ടുള്ള കണക്കുകളാണ് കേട്ടോ. 1000 തൊട്ട് ഒന്നുകൂടി പറഞ്ഞുതരും. 1000 ഈസ് ഈക്വൽ ടു 1210 തൊട്ട്. അതായത് നമ്മൾ 11 മാങ്ങകളുടെ എണ്ണം ഒരു സൈഡിലും അതിന്റെയൊക്കെ വില അപ്പുറത്തെ സൈഡിലും എഴുതുക. അതായത് മാങ്ങകളുടെ എണ്ണവും സാധനങ്ങളുടെ ആ മാങ്ങയുടെ വിലയും 2 ഈക്വൽ സൈഡിന്റെ അപ്പുറത്തും 11 മാങ്ങയാണ് നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്? 11 മാങ്ങ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചേക്കുന്നത്? 100 രൂപയ്ക്ക്. ഓക്കെ. 10 മാങ്ങ നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്? 110 രൂപ. അപ്പൊ നമ്മളതൊരു റേഷ്യോ പോലെ എണ്ണം എന്ന് പറയുന്നത്, നമ്പർ എന്ന് പറയുന്നത് ഒരു വശത്തും, അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മറ്റേ വശത്തും നമ്മൾ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഇപ്പുറത്ത്. ഓക്കെ, പ്രൈസ് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്രൈസും നമ്പറും തമ്മിൽ അപ്പുറത്തും രണ്ടും കൂടി ക്ലാഷ് ആകാൻ പാടില്ല. ഒരു വശത്ത് റേഷ്യോ എഴുതുമ്പോ ഒരേ യൂണിറ്റ് ആണ് ഒരു ഇതായിട്ട് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തേണ്ടത്. അംശബന്ധം സൂചിപ്പിക്കുമ്പോൾ, റേഷ്യോ സൂചിപ്പിക്കുമ്പോൾ സെയിം നേച്ചറിലുള്ളത്, സെയിം യൂണിറ്റിലുള്ളതാണ് നമ്മൾ റേഷ്യോ ഇട്ട് എഴുതാൻ പാടുന്നത്. അപ്പൊ മാങ്ങകളുടെ എണ്ണം 11ഉം 10ഉം ആണ്. 11 ആദ്യം പറഞ്ഞ്, രണ്ടാമത് 10 പറഞ്ഞു. അപ്പൊ 11:10. അതേപോലെ 11 എണ്ണത്തിന്റെ വിലയാണ് 100 പറഞ്ഞ, 10 എണ്ണത്തിന്റെ വിലയാണ് 110 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ അതിനെ റേഷ്യോ ആയിട്ട് എഴുതിയ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി. അതായത് P/Q ഫോമിൽ എഴുതി, അതല്ലെങ്കിൽ അതിന്റെ ഡിവിഷണൽ ഫോമിൽ എഴുതി, ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി. അപ്പൊ ഇപ്പുറത്തേനെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എന്ന് എഴുതി 100/110. എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അത് വന്നത്. 100നെ 10 കൊണ്ട്, അപ്പൊ 1000-ഉം 110നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 1210. 1000 ഇസ് ഈക്വൽ ടു 1210 അല്ലെങ്കിൽ 1210 ഇസ് ഈക്വൽ ടു 1000. മനസ്സിലായോ? എന്നിട്ട് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അതാണ് ലാഭശതമാനം. എന്നിട്ട് ശതമാനത്തിലേക്ക് ആക്കുക. കിട്ടിയ വ്യത്യാസമാണ് ശതമാനത്തിലേക്ക് ആക്കുക. 1210-ഉം 1000-ഉം തമ്മിലുള്ള വ്യത്യാസം 210 ആണ്. 210നെ ശതമാനത്തിലേക്ക് ആക്കാനായിട്ട് 210 ഡിവൈഡ് ബൈ അതിന്റെ വില എത്രയാണ്? 1000 ഇൻറ്റു 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ. 5 ആപ്പിളിന്റെ വാങ്ങിയ വില 4 ആപ്പിളിന്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ ലാഭമോ നഷ്ടമോ? എത്ര ശതമാനം? 5 ആപ്പിൾ വാങ്ങിച്ചപ്പോൾ ഉണ്ടായ വിലയും 4 ആപ്പിൾ വിറ്റപ്പോൾ ഉണ്ടായ വിലയും തുല്യമാണ്. അതല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവിടെയും അതേ വിലയൊന്നും പറഞ്ഞിട്ടില്ല, എണ്ണം തന്നെയാണ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ആപ്പിളുകൾ, വ്യത്യസ്തമായിട്ടുള്ള നമ്പർ ഓഫ് ആപ്പിളുകൾ, അതിന്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യമാണെന്നാണ് പറഞ്ഞത്. നേരത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ 5 ആപ്പിളിന്റെ വാങ്ങിയ വില, നേരത്തെ വിറ്റ വില എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയാ, 5 ആപ്പിള് വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനമാണെന്നും കണ്ടുപിടിക്കണം. എന്ത് ചെയ്തു? ചിലരൊക്കെ ആൻസർ ഇട്ടിട്ടുണ്ട്.
കിട്ടിയോ ആൻസർ? ഇങ്ങനെ വരുമ്പോ നോക്കിയേ, 4 ആപ്പിളിന്റെയും 5 ആപ്പിളിന്റെയും കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ. 5 ആപ്പിളിന്റെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 4 ആപ്പിളിന്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആണ് എങ്കിൽ ലാഭ ശതമാനമാണോ നഷ്ട ശതമാനമാണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ലാഭമാണോ നഷ്ടമാണോ എന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കാം നമുക്ക്. അപ്പൊ എന്താ കിട്ടാന്ന് നോക്കി, ഇവിടെ ഇതിന്റെ ഈ എന്താ പറയാ സാധനങ്ങളുടെ എണ്ണം, അതായത് എയും ബിയും ആണെന്ന് വിചാരിക്കുക. എയും ബിയും തമ്മിൽ മൈനസ് ചെയ്യാം. അതേ തന്നിരിക്കുന്ന ആപ്പിളുകളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. വ്യത്യാസം ഡിവൈഡ് ബൈ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിഫറൻസ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് ഐറ്റംസ് കേട്ടോ. ഡിഫറൻസ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു 100 ഒന്ന് എഴുതി വെക്കാട്ടോ എല്ലാവരും. ഡിഫറൻസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. അപ്പൊ വ്യത്യാസം കാണണം. ഈ ഒരു ഇക്വേഷൻ ഒന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ. ഇത്ര സാധനങ്ങളുടെ രണ്ടും ഒരേ ഐറ്റംസ് തന്നെയാണ് പറഞ്ഞേക്കണേ. ആപ്പിൾ തന്നെയാണ് രണ്ടിലും പറഞ്ഞേക്കണേ. അപ്പൊ രണ്ടും ആപ്പിൾ തന്നെയാണ്. 5 എണ്ണത്തിൻ്റെത് 5 എണ്ണം വിറ്റതും വാങ്ങിയതും 4 എണ്ണം വിറ്റതും തമ്മിലുള്ള ആ ഒരു എമൗണ്ട് സെയിം ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഡിഫറൻസ് കാണാം. 5ന്ന് 4 കുറയ്ക്കുക. നമ്പർ ഓഫ് ഐറ്റംസ് അടിയിൽ എഴുതാം ഇൻറ്റു 100. അപ്പൊ എത്ര കിട്ടി? വിറ്റ സാധനങ്ങളുടെ എണ്ണോട്ട താഴെ എഴുതണ്ടേ. അപ്പൊ 5 മൈനസ് 4, വിറ്റത് 4 എണ്ണമാണ്. അപ്പൊ ബൈ 4 ഇൻറ്റു 100. 5ന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. 1/4 ഇൻറ്റു 100. 1/4 ഇൻറ്റു 100 എത്രയാണ്? 25 അല്ലെ? 25%. അത് ലാഭത്തിലല്ലേ വരിക? അതെ അതെ, ലാഭത്തില്. അപ്പൊ 25% ആൻസർ കിട്ടുക. ഇൻറ്റു 100 ചെയ്യുമ്പോ 25% കിട്ടും കേട്ടോ. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അതൊക്കെ തന്നെ ചെയ്യാവുന്നതുള്ളൂ. 400 രൂപയ്ക്ക് വാങ്ങിയ സാധനം കോസ്റ്റ് പ്രൈസ് 400 ആണ്, സെല്ലിംഗ് പ്രൈസ് 440 ആണ്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ലാഭമായിരിക്കൂലേ? 440 രൂപയ്ക്കാണ് വിറ്റേക്കണം, 400 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ 40 രൂപ ലാഭമാണ്. ലാഭമല്ല ചോദിച്ചത്, ലാഭത്തിന്റെ ശതമാനം ചോദിച്ചാൽ. അപ്പൊ അത് കണ്ടുപിടിച്ചേ. ലാഭ ശതമാനം കാണാൻ നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടായല്ലോ. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണ് അല്ലെ? പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞേക്കണേ? 440ഉം 400ഉം. അപ്പൊ 40 രൂപയാണ് പ്രോഫിറ്റ് അല്ലെ? 40/400 ആണ് വാങ്ങിയ വില ഇൻറ്റു 100. അത്രേ ഉള്ളൂ. 2 0 വെട്ടാം. 40 4 10 പ്രാവശ്യമാണ് പോവുക അല്ലെ? 10% ആണോ ഉത്തരം കിട്ടിയ? 10%. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പുസ്തകത്തിന്റെ ബൈൻഡിങ് ചാർജ് അടക്കം 750 രൂപയായി. പുസ്തകത്തിന്റെ ബൈൻഡിങ് ചാർജ് അടക്കമാണ് 750 രൂപ. പുസ്തകത്തിന്റെ വില ബൈൻഡിങ് ചാർജിനേക്കാൾ 600 രൂപ കൂടുതലാണ് എങ്കിൽ പുസ്തകത്തിന്റെ വില എത്ര? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ് അത് ചെയ്യാനായിട്ട്. അതായത് നമ്മള് എക്സ് ഒക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. പുസ്തകത്തിന്റെ വില തന്നിട്ടില്ല, അതവിടെ എഴുതാം, എക്സ് എന്ന് എഴുതാം. അടുത്തത് എന്താ പറയാ, ബൈൻഡിങ് ചാർജും കൂടി അടക്കം വന്നിട്ട് 750 രൂപയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ബൈൻഡിങ് ചാർജിനേക്കാള് 600 രൂപ കൂടുതലാണ് പുസ്തകത്തിന്. അപ്പൊ ഒരെണ്ണം എക്സ് എടുക്കുകയാണെങ്കിൽ മറ്റേത് എന്തെടുക്കും? ഒരെണ്ണത്തിന്റെ വില എക്സ് എടുക്കുക. അപ്പൊ മറ്റേത് എന്തെടുക്കും നമ്മള്? എക്സ് പ്ലസ് 600. അതല്ലേ എക്സും എക്സ് പ്ലസ് 600 ചേർത്ത് കഴിഞ്ഞാൽ 750 രൂപയാണ് ആകെ ആ പുസ്തകത്തിന് ആയിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്താൽ മതി. എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 2x കിട്ടും. 2x പ്ലസ് 600 സമം 750. ബാക്കി നിങ്ങളൊന്ന് വേഗം സോൾവ് ചെയ്ത് ഞാൻ പറ.
675 625 ഉണ്ട്, 650 ഉണ്ട്, 675 ഉണ്ട്, 700 ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 675 തന്നെയാണോ ഉത്തരം എല്ലാവർക്കും കിട്ടിയേക്കണേ? ഓക്കെ, 675 കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? 2x അവിടെ തന്നെ എഴുതാം. 600-നെ 750-ന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ 750 അവിടെ എഴുതിയിട്ട് പ്ലസ് 600 ഇങ്ങോട്ട് പോകുമ്പോ മൈനസ് 600 ആകും. അപ്പൊ 2x ഈക്വൽ ടു 750-ന്ന് 600 കുറച്ചാൽ ബാക്കി 150. 2x ആണ് 150 എന്ന് വെച്ചാൽ എക്സിന്റെ ഇരട്ടിയാണ് ഈ 150. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഈക്വൽ ടു 150/2. 150/2 എന്ന് പറയുമ്പോൾ 75 ആണ്. 75 രൂപ. എക്സ് എന്ന് പറയുന്നത്, അതായത് ബൈൻഡിങ് ചാർജ് എന്ന് പറയുന്നത് 75. അപ്പൊ അതിന്റെ കൂടെ ഒരു 600 രൂപ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ബുക്കിന്റെ വില കിട്ടും. 600 + 75 675 ആണ് ബുക്കിന്റെ വില. 675. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത്, ഒരു കച്ചവടക്കാരൻ ചെരുപ്പുകൾക്ക് 60% വില കൂട്ടിയ ശേഷം 30% ഡിസ്കൗണ്ട് നൽകുന്നു. കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 12% ലാഭം, 12% നഷ്ടം, 30% നഷ്ടം, 30% ലാഭം. 12% ലാഭം. 12% ലാഭമാണ്. 60% കൂട്ടി 30% ഡിസ്കൗണ്ട്. കേട്ടാ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടാ. ചെയ്തില്ല, ചെയ്യാത്തവരുണ്ടെങ്കിൽ പറയാം. പറയാം. ഓക്കെ, ഒരു വസ്തുവിന്റെ വില, അല്ല വസ്തു, അതെ, കച്ചവടക്കാരൻ ചെരുപ്പുകൾക്ക് 60% കൂട്ടി. അപ്പൊ എക്സിന്റെ 60% കൂട്ടി എന്ന് പറയുമ്പോൾ എന്തോരും പെർസെന്റേജിലൂടെ നമ്മൾ 60 കൂട്ടണമല്ലോ. അപ്പൊ 160/100. ഈ 60% കൂട്ടിയതിന് ശേഷം അയാള് 30% ഡിസ്കൗണ്ട്, 30% കുറച്ച്. അപ്പൊ 30% കുറച്ചിട്ട് എത്ര വരും നമുക്ക്? 70 കേട്ടാ. 30 കുറയ്ക്കണം. 100-ന് 30 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 70. അപ്പൊ 70% എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതിന്റെ ആ ഒരു ക്രിയ എത്ര വരും. 112. 112 എങ്ങനെ വന്നു? അതായത് 2 zeros നമുക്ക് ഇവിടെ വെട്ടാം. ഇവിടുന്ന് ഓരോന്ന് വെട്ടിക്കളഞ്ഞു. ബാക്കി എക്സ് എന്റെ കൂടെ 16 × 7. 16 × 7 എത്രയാണ്? 112 അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്നത് 112x/100 എന്നാണ്. ബാക്കി മുകളിലത്തെ സീറോസ് വെട്ടിപ്പോയത് കൊണ്ട് അടിയില് 100 മാത്രമേ ഉള്ളൂ. 100-ന് 2 സീറോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 112x/100. ഇനി ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു സൊല്യൂഷൻ. പക്ഷെ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ എത്ര രൂപയാണ് ലാഭം, എത്ര ശതമാനമാണ് എന്ന് കൂടി പറയണം അല്ലെ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ 112x/100 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടിയത്. അതായത് നമ്മള് 60% കൂട്ടി 30% കുറച്ചപ്പോ 160/100 × 70/100 എക്സിന്റെ ചെയ്ത് കഴിഞ്ഞപ്പോ 112x/100 എന്ന് കിട്ടി. ഇവിടെ നോക്കിയാൽ മുകളിൽ കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 100-നേക്കാൾ കൂടുതലായതുകൊണ്ട്, ഉണ്ടല്ലോ, 100-നേക്കാൾ കൂടുതലായതുകൊണ്ട് ക്ലാസിന്റെ തുടക്കം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രോഫിറ്റ് എങ്ങനെ, ലോസ് എങ്ങനെ, ഡിസ്കൗണ്ട് എങ്ങനെ എന്നുള്ള കാര്യം പറഞ്ഞു. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നോർമലിൽ നിന്നും അധികമുള്ളതിനെയൊക്കെ നമുക്ക് ലാഭം എന്ന് വിളിക്കാം അല്ലെ? നോർമലിൽ നിന്ന് അധികം. അപ്പൊ നോർമൽ എന്ന് പറയുന്നത് നോർമൽ പെർസെന്റേജ് എപ്പോഴും 100-ലാണ്. മനസ്സിലായി? അതിൽ അധികം വരുന്നത് അബ്നോർമൽ ആണ്. ഇറ്റ്സ് എ ഗെയിൻ. അതൊരു പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ഗെയിൻ ആണ് അല്ലെ? അപ്പൊ 112 എന്ന് കണ്ടത് കൊണ്ട് 100-ൽ കൂടുതലായതുകൊണ്ട് ആ ഒരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രം ഇറ്റ്സ് എ പ്രോഫിറ്റ്. അത് ലാഭമാണ്. മനസ്സിലായ? കിട്ടിയ എല്ലാവർക്കും? അപ്പൊ ആ ഒരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തണം. ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്ക് അതിന്റെ പെർസെന്റേജ് കാണണ്ടേ. അപ്പൊ നമ്മള് ഇവിടെ പ്രോഫിറ്റ് ആണെന്ന് എങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്തു? 100-നേക്കാൾ കൂടുതൽ. അപ്പൊ അവിടെ കിട്ടിയ 112x-ന് പകരം ഒരു 90x എന്നോ 82x എന്നൊക്കെയാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയും?
ലോസ് ആയിരുന്നു എന്ന് പറയും. ഓക്കെ, ലോസ് ആണെന്ന് പറയും, നഷ്ടമാണെന്ന് പറയും. 112 കിട്ടിയത് എന്നുള്ളത് കൊണ്ട് അതൊരു പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എത്രയാ ആദ്യം തന്നെ മനസ്സിലാക്കാമല്ലോ. എത്രയാണ്? 12% അല്ലേ? 12% അല്ലേ? 112 112 ഒരു 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ 12% അധികമാണ്. 12% ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 12% ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേറെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100. അങ്ങനെ പഠിച്ചിട്ടില്ലേ? നിങ്ങള് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ രണ്ട് പെർസെന്റേജുകളെ കൂടിയും കുറഞ്ഞും ഒക്കെ പറഞ്ഞു വരുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ് മൈനസ് വൈ ബൈ മൈനസ് എക്സ് വൈ ബൈ 100 എന്ന് പറയുന്ന ഇക്വേഷൻ. ആ പെർസെന്റേജുകൾ തമ്മില് അപ്പൊ 60% കൂടി എന്ന് പറഞ്ഞു. അപ്പൊ 60 മൈനസ് കുറഞ്ഞത് 30%. അപ്പൊ 30 മൈനസ് ഇട്ടു. മൈനസ് 60 × 30 എക്സ് × വൈക്ക് പകരം 60 × 30 ബൈ 100 ഇവിടെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. എന്ത് കിട്ടും? ഈ പറഞ്ഞ ഉത്തരം തന്നെ കിട്ടും കേട്ടോ. 12% എന്ന ആൻസർ കിട്ടും. ആണെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാം. 0 വെട്ടിക്കളയാൽ അതെ 0 വെട്ടിപ്പോയി. 2 0 100ന്റെ അടിയിൽ നിന്ന് വെട്ടിപ്പോയി. ഇപ്പുറത്തെ ഇതിന്ന് വെട്ടാൻ പാടില്ല കേട്ടോ 100ന്റെ 0 കാരണം അതവിടെ മൈനസ് ആണ്. ഈ ബൈ ഇട്ടേക്കണതിന്റെ തൊട്ട് താഴെ എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസും മൈനസും ഉള്ള സംഖ്യകളുടെ ഇടയിൽ നിന്ന് 0 വെട്ടിക്കളയാൻ പാടില്ല അടിയിൽ ഉള്ളത് കേട്ടോ. അപ്പൊ 60ന്റെയും 30ന്റെയും ആ ബൈയുടെ അവിടെ ഫ്രാക്ഷൻ ഭാഗത്ത് വന്നിരിക്കുന്ന 100ന്റെ തൊട്ട് മുകളിലുള്ള ന്യൂമറേറ്ററിൽ നമുക്ക് വെട്ടാം. അപ്പൊ നമുക്ക് ഇത് കിട്ടും. അപ്പൊ 60ൽ നിന്ന് ഈ 30 കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 30 ആണ്. 30 മൈനസ് 6 × 3 18 ആണ്. 30ൽ നിന്ന് 18 കുറച്ചാൽ ബാക്കി 12%. അപ്പോഴും സെയിം ആൻസർ തന്നെയാണ് വരിക, 12%. എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1000 രൂപയുടെ സാധനം 10% വില കൂട്ടി പിന്നീട് 10% വില കുറച്ച് വിറ്റാൽ കിട്ടുന്ന വില എത്ര? 10% കൂട്ടി 10% കുറച്ചാൽ കിട്ടുന്ന വില 900, 990, 1000, 1100. ഏതാണ് ഉത്തരം നോക്കാം. 990. നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ ചെയ്യാം. കൂട്ടി കുറച്ചു 2%, എന്നിട്ട് അതിന്റെ ആൻസറിലേക്ക് എത്താം. അത്രേ ഉള്ളൂ. ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 1000 രൂപയുടെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1000 ഇൻറ്റു 10% കൂട്ടി എന്ന് പറയുമ്പോൾ 110/100 ഇൻറ്റു 10% കുറച്ചെന്ന് പറയുമ്പോൾ 90/100. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കും ഉത്തരം. 990 കിട്ടിയോ നോക്കാം എല്ലാവർക്കും. നിങ്ങൾക്ക് എത്രയും എളുപ്പം എടുത്തു തരണം എന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാമോ? 1-2 ടോപ്പിക്കുകൾ നിങ്ങളുടെ ഒരു ഡിമാൻഡ് അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാൻ. പെട്ടെന്ന് പറയല്ലേ. ഏതാ? ട്രെയിനിന്റെ. കേട്ടില്ലല്ലോ ദിവ്യ. ട്രെയിൻ. ട്രെയിനിന്റെ ഒക്കെ ഡിസ്റ്റൻസും ഒക്കെ ചെയ്യണം. അത് ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡൊക്കെ ഉള്ളത് അല്ലേ? അതെ. അതില് ട്രെയിനിന്റെ പ്രോബ്ലംസ്. ഓക്കെ. പിന്നെ മിസ് ഈ ദിശ പറഞ്ഞിട്ട് ഈ ട്രയാങ്കിൾ ഒക്കെ വരുന്ന അത് ഇപ്പോഴത്തെ കണക്കില്ലേ? ട്രയാങ്കിൾ ഈ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഇത് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു പേരുണ്ടല്ലോ പ്രോബ്ലംസിന്. ഡിറക്ഷൻ അല്ലെ? ദിശ. ദിശ അത് ഈ പാദം ലംബം എന്നൊക്കെ പറയുന്നത് ഡിറക്ഷൻ. ഓക്കെ, അതും ചെയ്യിപ്പിക്കാനല്ലായിരുന്നു. ആവറേജ്. ഓക്കെ, ശരാശരി. പിന്നെ കലണ്ടർ ഇല്ലേ? കലണ്ടർ. ഓക്കെ, കലണ്ടർ. ഏജ്. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ഇപ്പൊ ഒരു 5 ടോപ്പിക് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസങ്ങൾ നമുക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ അതായത് നിങ്ങൾക്ക് അടുത്ത ടോപ്പിക് ഏത് വേണം. കുറച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ കുറച്ച് നേരത്തെ ഉള്ളവരൊക്കെ ഈ ഒരു ക്ലാസ്സിൽ റൂമിലുണ്ടേ. അപ്പൊ ചില ആൾക്കാര് ഇത് കേട്ടത് തന്നെ കേൾക്കുന്നത് പോലെ തോന്നും. അത് നമ്മുടെ കുഴപ്പമില്ല. നമുക്ക് പുതിയ ആളുകൾ വരുമ്പോ നമ്മൾ പഴയത് ഒറ്റ ക്ലാസ് ഒരു എന്താ പറയാ ഡ്യൂറേഷനിൽ എടുത്ത് തീർത്തിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഇങ്ങനെ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു ഡിമാൻഡ് ചോദിച്ചത്. ഇത് ടോപ്പിക് കവർ ചെയ്യണം.
എടുക്കണം എന്ന്. അപ്പൊ നമുക്കും അതൊരു എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ എടുത്തോണ്ടിരിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇല്ല മിസ്, ഏജ് ഒക്കെ ആകുമ്പോ ഭയങ്കര ഡൗട്ട് വരുന്ന ടോപ്പിക്കാ. ഏത് ഏജ്? ഏജിന്റെ വരുമ്പോ ഓക്കെ ഏജിന്റെ കണക്ക് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. അപ്പൊ നിങ്ങൾ 5 ടോപ്പിക്ക് എന്നോട് പറഞ്ഞില്ല. ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ ഡിറക്ഷൻ ദിശ, അതിന്റെ പിന്നെ ആവറേജ് ശരാശരിയുടെ, പിന്നെ കലണ്ടറിന്റെ, പിന്നെ വയസ്സിന്റെ കേട്ടോ. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസുമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പുതിയ ക്വസ്റ്റ്യൻസ് തരുന്നില്ല, കാരണം അത് കൊണ്ടുവന്ന് കഴിയുമ്പോഴേ ചിലപ്പോൾ സമയം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. കുറച്ച് ആ ഒരു ടോപ്പിക്ക് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തുടക്കം തന്നെ പറയേണ്ടി വരും. അപ്പൊ പിന്നെ ആ സമയം കൂടി പോകും, പിന്നെ പ്രോബ്ലം ചെയ്യാനുള്ള സമയം നമുക്ക് അധികം കിട്ടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ചിലപ്പോൾ ഇനി അടുത്ത ആഴ്ചകളൊക്കെ മുതൽ ചിലപ്പോൾ 2 ക്ലാസ് വീതമൊക്കെ ഉണ്ടാവുമായിരിക്കും മാത്സിന് കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ ആഴ്ചയിൽ 1 ക്ലാസ് കിട്ടുന്നത് കൊണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്റെ ടോപ്പിക്കുകൾ അങ്ങോട്ട് നീങ്ങാത്തത് പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് അവർ അറിഞ്ഞത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ടൈം ടേബിൾ. അന്നേരം ഇപ്പൊ ശരിയാകുമായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. Thank you, miss. ഓക്കെ, ബൈ. താങ്ക് യു.